നന്ദ, എന്താ മീര? നീ തിരക്കിലാണോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സോറി മീര, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് വരെ പോകാനുണ്ട്. പ്ലീസ് നന്ദ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാ. നന്ദൻ അതൊന്ന് കേട്ടാലേ എനിക്ക് സമാധാനാവും. ഞാൻ പറഞ്ഞില്ല മീര, ഞാൻ കുറച്ച് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന്. ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ പ്ലീസ്. എത്ര പ്രധാനപ്പെട്ടതായാലും ഞാൻ വന്നിട്ട് കേൾക്കാം. ഞാൻ അതിലും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് പോവാ. പറ്റില്ല, എനിക്ക് പറയാനുള്ളത് നന്ദ കേട്ടേ പറ്റൂ. എന്റെ അല്ല, നമ്മുടെ തന്നെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയം. അത്ര പ്രധാനപ്പെട്ടതാ. നന്ദൻ അത് കേൾക്കേണ്ടത് എന്റെ മാത്രമല്ല, നന്ദന്റെയും കൂടെ ആവശ്യമാ. ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് നന്ദനും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കാര്യം എന്താ മീര? ഞാൻ പറയാം. നന്ദൻ വാ, ഒന്ന് വാടാ. വാ. മീര, എന്താ മീര? നീ കാര്യം എന്താണെന്ന് പറ. പറയാം. ആദ്യം നന്ദനൊന്ന് ശാന്തനാവ്. ഞാൻ പറയുന്നത് ശാന്തമായ മനസ്സോടെ വേണം നന്ദൻ കേൾക്കാൻ. എന്താ ഇത്? എന്തിനാ കഥ കുറ്റിയിട്ടെ? ഇത് ശരിയല്ല മീര. കഥ കുറ്റിയിട്ടത് ഞാൻ പറയുന്നത് നന്ദനിൽ മാത്രം നിൽക്കാൻ വേണ്ടിയാ. മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല. എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോ. ഈ മുറിയിൽ ഇങ്ങനെ വാതിലും കുറ്റിയിട്ടിരിക്കുന്ന ശരിയല്ല മീര. നന്ദനൊന്ന് ക്ഷമിക്കേ. സംസാരിച്ചു തുടങ്ങുമ്പോൾ നന്ദന് മനസ്സിലാവും വാതിൽ കുറ്റിയിട്ടത് എന്തിനാന്ന്. എന്താ മീര? നീ എന്താന്ന് വെച്ചാ പറഞ്ഞോ. ഞാൻ പറയാം. എന്താ മീര, നീ എന്തിനാ ടെൻഷനാവുന്നേ? നന്ദ, കുറച്ചു ദിവസം കഴിഞ്ഞ നമ്മുടെ വിവാഹം. അതിന് വിവാഹമൊന്നും ഔപചാരികമായിട്ട് നിശ്ചയിച്ചിട്ടില്ലല്ലോ. അത് വൈകാതെ ഉണ്ടാവുമല്ലോ. വിവാഹിതരാവാൻ പോകുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. ഇന്നിപ്പോ ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു ഘട്ടം നന്ദനോട് തുറന്നു പറയാൻ പോവാ. മറ്റാരിൽ നിന്നും നന്ദൻ അത് അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശരി, മീര പറ. അത് നന്ദ, എന്റെ ജീവിതത്തില് ആരാത്? മീര, ഞാനാ. ചായയും കൊണ്ട് വന്നതാ. ഞാനും നന്ദനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ ചായ പിന്നീട് കുടിച്ചോളാം. വാതിൽ പൂട്ടിയിട്ട് നന്ദനോട് എന്ത് സംസാരിക്കാനാ? മീര, മീര വാതിലൊന്ന് തുറന്നേ. നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ലേ? എനിക്കിപ്പോ ചായ വേണ്ട. മീര, എങ്കിലും ഒന്ന് തുറന്നേ. ഇത് മനഃപൂർവ്വം വിളിക്കുന്നതാ, നമ്മളിങ്ങനെ ഇരിക്കുന്നോണ്ട്. മീര, ആന്റി പറഞ്ഞിട്ടാ ചായ എടുത്തത്. അവളെ ഇന്ന് ഞാൻ. മീര വേണ്ട, ഇതൊന്ന് വാങ്ങിക്കേ.